ഹായ് ഗൈസ്. ഇന്ന് ഞാൻ സിനിമയെ കുറിച്ചിട്ടല്ല പറയാൻ പോണത്. ഒരു കൂട്ടം പാവപ്പെട്ട കുറെ ആൾക്കാർ, അല്ലെങ്കിൽ പാവപ്പെട്ട കുറെ ഉദ്യോഗാർത്ഥികൾ, അവരുടെ പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോണത്. നമുക്ക് എല്ലാവർക്കും അറിയാം, സെക്രട്ടേറിയറ്റിൽ കുറച്ച് കാലങ്ങളായിട്ട്, കുറച്ച് ദിവസങ്ങളായിട്ട്, കറക്റ്റായി പറഞ്ഞ ഒരു 30 ദിവസത്തോളം ആയിരുന്നു തോന്നുന്നു അവരവിടെ സ്ട്രൈക്ക് തുടങ്ങിയിട്ട്. LP UP ടീച്ചേഴ്സ്, അവരെ ടീച്ചേഴ്സ് തന്നെ വിളിക്കണം. കാരണം അവർ അതിനുള്ള എലിജിബിലിറ്റി എല്ലാം കംപ്ലീറ്റ് ചെയ്തവരാണ്. അവർക്ക് അതിനുള്ള ജോലി വരെ ഇപ്പൊ നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് ഒന്നാം റാങ്ക് ഒക്കെ വാങ്ങിയിട്ട് അതൊന്ന് ആലോചിച്ച് നോക്കണം. പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന വലിയൊരു എക്സാമിനേഷൻ അവര് പാസ്സായി 10-നുള്ളിലും 100-നുള്ളിലും 200-നുള്ളിലൊക്കെ റാങ്ക് വാങ്ങിയ എല്ലാവരും ഉണ്ട് അതിൽ. അത് ഒന്നാം റാങ്കുകാർക്ക് പോലും ജോലി കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അവരതിനു വേണ്ടി പല രീതിയിലുള്ള സമരമുറകളും അവിടെ ഇപ്പോ നിലവിലിപ്പോ അവിടെ നിരാഹാരം ഉൾപ്പെടെയുള്ള സമരമുറകൾ അവരവിടെ ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് മണ്ണ് തിന്നുന്നതുമായിട്ട് ഒക്കെ ബന്ധപ്പെട്ട് പല രീതിയിലുള്ള നമ്മൾ റീൽസിലായാലും ന്യൂസിലായാലും ഒക്കെ നമ്മൾ കണ്ടു. തുടക്കത്തിലൊന്നും ഇവരെ ആരും ശ്രദ്ധിച്ചിരുന്നില്ല, 100% സത്യമുള്ള കാര്യമാണ്. പിന്നീട് ജന്തർ മന്തർ പ്രശ്നം വന്നതിൽ പിന്നെ അതൊരു ട്രെൻഡായി മാറിയപ്പോൾ ആൾക്കാരൊക്കെ അതിന്റെ പിന്നാലെ പോയപ്പോൾ എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെയോ നടക്കുന്നില്ലേ, അപ്പോ നിങ്ങൾ എന്തുകൊണ്ട് അതിൽ പ്രതികരിക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ വന്നപ്പോഴാണ് ആൾക്കാരൊക്കെ ഇതിലെങ്കിലും കുറച്ച് ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങിയത്. പേഴ്സണലി ഞാനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഇതും കൂടിയാണ് ഈ ടീച്ചിങ് എന്ന് പറയുന്നത്. ഞാനും TTC കംപ്ലീറ്റ് ചെയ്ത് കേട്ടറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ്. അതായത് നെക്സ്റ്റ് വരുന്ന LP UP എന്ന് പറയുന്ന ഒരു സ്വപ്നം അല്ലെങ്കിൽ ഒരു എക്സാം നമ്മൾ നോക്കിയിരിക്കുന്ന ഒരാള് കൂടി തന്നെയാണ് ഞാൻ. അങ്ങനെ ആയിരുന്നു എന്നും കൂടിയും വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ വെച്ചിട്ട് ഞങ്ങളുടെ തൊട്ട് ബാക്കിലുള്ള ബാച്ചുകാർ എഴുതിയ എക്സാം ആണ് ഇപ്പോ അവർ ഈ അവസ്ഥയിൽ പെട്ട് കിടക്കുന്നത്. ഇപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു, അതായത് പഠിക്കാനുള്ള പ്രചോദനം വരെ കുറഞ്ഞു പോകുന്ന രീതി, ആ ഒരു നമുക്ക് കിട്ടുന്ന ആ കോൺഫിഡൻസ് ഒക്കെ കുറഞ്ഞു പോകാൻ വേറെ എന്തെങ്കിലും വേണം. അത്തരത്തിൽ ധാരാളം ആളുകളുണ്ട്. അപ്പോ വേറെ വേറെ വല്ലതിനും നോക്കുക, വേറെ വല്ല പണിക്ക് പോവുക എന്നുള്ള സെറ്റപ്പിലേക്ക് തന്നെ പലരും അവരുടെയൊക്കെ മൈൻഡൊക്കെ പോയി ആ രീതിയിലേക്കൊക്കെയാണ് ഇപ്പോൾ അവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ PSC എക്സാം എന്നൊക്കെ പറഞ്ഞാൽ ആർക്കോ എങ്ങനെയെങ്കിലും പോയിട്ട് എഴുതി പാസ്സാവുന്ന ഒരു എക്സാം ഒന്നല്ല. അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഇപ്പോൾ ഗവൺമെന്റ് സർവീസിലുണ്ടായിരിക്കും. വളരെയധികം കഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ അതിനായിട്ടൊരു ഡെഡിക്കേഷൻ, നമ്മൾ ഏതൊരു കാര്യത്തെയും പോലെ തന്നെ വളരെയധികം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരുന്നാൽ മാത്രം കിട്ടുന്ന, വളരെ കുറച്ച് പേർക്ക് മാത്രം കിട്ടുന്ന ഒരു എക്സാമാണ് PSC എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇന്ന് അവിടെ ആ സമര പന്തലിൽ ഇരിക്കുന്ന ഓരോരുത്തരും, ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ, ആരായാലും അവരൊക്കെ അവരുടെ ആ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം, അതിലെ ഒരു ചേച്ചി ഞാൻ പറയുന്നത് കേട്ടു, അവര് പുറത്തിറങ്ങാതെ ഒരു പരിപാടിക്ക് വിളിച്ചാൽ പോലും പോകാതെ അങ്ങനെ ഇരുന്ന് പഠിച്ചതാണ്. അപ്പൊ ആ പഠിച്ചതിനുള്ള റിസൾട്ട് അവർക്ക് കിട്ടുകയും ചെയ്തു. ആ ചേച്ചിക്ക് 1ാം റാങ്കോ 3ാം റാങ്കോ മറ്റോ ആണ് തോന്നുന്നു. ആ പുള്ളിക്കാരിക്ക് എന്നിട്ട് അത് എത്രത്തോളം അവര് ആഘോഷിച്ചിട്ടുണ്ടായിരിക്കും ആ ഒരു നിമിഷം, ആ ഒരു റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിച്ച നിമിഷം. സ്വാഭാവികമായിട്ട് 1-2 മാസത്തിനുള്ളിൽ ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചപ്പോ 1.5 കൊല്ലമായിട്ടും ജോലി കിട്ടാത്തൊരവസ്ഥ, ഇനി കിട്ടുമെന്ന് പോലും അറിയാത്തൊരവസ്ഥ. മേ ബി 3ാം റാങ്കൊക്കെ ആയതുകൊണ്ട് മേ ബി കിട്ടുമായിരിക്കാം, ഒരു 10 വരെയൊക്കെ ചിലപ്പോൾ കിട്ടുമായിരിക്കാം. അപ്പൊ ബാക്കിയുള്ളവരുടെ അവസ്ഥ, പണ്ടൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറയായിരുന്നു LP UP എക്സാം പൊതുവെ ടഫാണ്, അപ്പൊ ഒരു 100-നുള്ളിൽ വന്നാലേ കിട്ടുന്നൊക്കെ പറയാം. ആ ഒരു ലെവലിലെ അപ്പോഴും അത്രയും നമുക്ക് പറയാൻ പറ്റും. ഇത്രയും പേര് എഴുതുന്ന എക്സാമിൽ 100-നുള്ളിൽ വന്നാലേ കിട്ടും എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താ പറയാ? അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് മാറി ഈ ഒരു എക്സാം ആണോ? സത്യസന്ധമായി പറയുകയാണെങ്കിൽ നമ്മള് റിയാലിറ്റി മനസ്സിലാക്കണം എന്ന് പറയാൻ കാരണം, സ്കൂളുകളിൽ കുട്ടികളുടെ കുറവ്, അതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഇവിടെ വരുന്നത്. എവിടെയും സ്കൂളുകളിൽ എവിടെയും കുട്ടികളെ ഇല്ല, കുട്ടികൾ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇൻ കേസ് ഇനിയിപ്പോ ഉണ്ടെങ്കിലും പ്രൈവറ്റ് സ്കൂളുകളിലേക്ക് കുറെ പേര് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ ഒരു പ്രശ്നം കൂടി നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് സ്കൂളുകളിൽ കുട്ടികൾ ധാരാളം കുറവാണ്. അതാണ് ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പല സ്കൂളുകളിലും കുട്ടികൾ ഇല്ലാത്തതിനാൽ സ്കൂളിൽ അടച്ചുപൂട്ടേണ്ട അവസ്ഥ വരികയും അവിടുത്തെ അധ്യാപകരെ ഡിവിഷൻ പോൾ കാരണം വേറെ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് മാറ്റേണ്ട അവസ്ഥ വരുന്നു. അപ്പോ പുതിയ വേക്കൻസി ഉണ്ടാവുമ്പോൾ അത്തരം പോയ അധ്യാപകരെ തന്നെ തിരിച്ച് വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ പുതിയ ആൾക്കാരെ ആർക്കും എടുക്കാൻ പറ്റാത്തത് ഗവൺമെന്റിന്. അത് ന്യായമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് ഈ എയ്ഡഡ് സ്കൂളിന്റെ കാര്യം പറയുമ്പോഴാണ്. അതായത് നമുക്കറിയാം LP UP പോലുള്ള ഇതിലൊക്കെ ഒരു സ്കൂളിലേക്ക് കയറണമെങ്കിൽ 50 ലക്ഷം 60 ലക്ഷം, നമ്മൾ എത്ര കയറ്റി പറയുന്നോ നിറയെ ആൾക്കാരുണ്ടെങ്കിൽ അതിനനുസരിച്ച്, അതാണ് അതിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ അത്രയും ലക്ഷങ്ങളൊക്കെ കൊടുത്ത് കയറിയ ആൾക്കാരെ മാനേജ്മെന്റ് അല്ലേ സംരക്ഷിക്കേണ്ടത്? ഗവൺമെന്റ് എന്തിനു സംരക്ഷിക്കണം? അവിടെ പഠിച്ച് എഴുതിയ ആൾക്കാർ പിന്നെ എന്തിനാ? ഈ 5 കൊല്ലം എന്ന് പറയുന്നത്, ഈ 5 കൊല്ലം അവര് ഈ 50 ലക്ഷം ഉണ്ടെങ്കിൽ 5 കൊല്ലം മുൻപ് കയറിയാൽ 5 കൊല്ലത്തെ സീനിയോറിറ്റി അവർക്ക് കിട്ടുകയാണ് ചെയ്യുക.
എന്നിട്ടും അവർക്ക് ആ പൈസ ഇല്ലാത്തത് കൊണ്ടായിരിക്കുമല്ലോ അവർ ഈ കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് പഠിച്ചിട്ട് ഇതുവരെ എത്തിയത്. എന്നിട്ട് ബാക്കിയുള്ളവരുടെ അവസ്ഥ, പൈസ കൊടുത്ത് കയറിയവർക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും, ഈ പൈസ ഉള്ളവര് മാത്രം ജീവിക്കാനുള്ളതാണോ ഈ ലോകം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിലേക്ക് തന്നെയാണ് ഓരോ കാര്യങ്ങളും ഇന്നത്തെ കാലത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. എന്താ പറയാ, സത്യത്തിൽ എന്താ പറയാ, നമ്മൾ ജോലി എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ PSC എന്നൊക്കെ പറയുന്നതും ഒരു ദൈവത്തെ പോലെ കണ്ടു നടക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാർ നമ്മുടെ ചുറ്റിലുമുണ്ട്. എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ്, കാരണം വേറെ ഒന്നിനും നമ്മുടെ കയ്യിലുള്ള ക്വാളിഫിക്കേഷൻ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് എല്ലാം നമുക്ക് ചെയ്യാം, എന്നിട്ടും നമുക്ക് കിട്ടില്ല എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. ഇപ്പോ പ്രത്യേകിച്ച് ജനങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇത്തരം അഭിപ്രായങ്ങൾ പറയാ, പ്രൊട്ടസ്റ്റിനെ അനുകൂലിക്കുക എന്നുള്ള കാര്യങ്ങളെ നമുക്ക് ചെയ്യാൻ പറ്റൂ. ചെയ്യേണ്ടത് ഗവൺമെന്റ് ആണ്. അതിലെന്തെങ്കിലും നല്ല കാര്യങ്ങൾ വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. വരുമെന്ന് എനിക്ക് ഉറപ്പില്ല. സത്യത്തിൽ ഗവൺമെന്റ് മാറി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതാണ്. പക്ഷെ എനിക്കിപ്പോ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതായി. അപ്പോ അറിയില്ല എന്താണെന്ന്. ഞാനും കൂടി ബന്ധപ്പെട്ടൊരു ഭാഗമായത് കൊണ്ട് തന്നെ എനിക്ക് എന്തായാലും ഇതിനെക്കുറിച്ച് സംസാരിച്ചേ മതിയാവും. അതുകൊണ്ടാണ് ഞാനിപ്പോ ഈ വീഡിയോ ഇട്ടത്. അറിയില്ല, എന്തെങ്കിലും സംഭവിക്കാതിരിക്കാം. നല്ലത് തന്നെ സംഭവിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ഞാൻ വേറെ വല്ല പണിയുണ്ടോ നോക്കട്ടെ.